ഉപയോഗിച്ച് ഒരു വ്യത്യസ്തമായ വിഭവം ചെയ്യാം. വ്യത്യസ്തമായ വിഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിപ്പോ ചായയുടെ കൂടെ കഴിക്കാം, രാത്രി ചപ്പാത്തിക്കും ഒക്കെ പകരമായിട്ട് കഴിക്കാം, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ കപ്പ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, എപ്പോ വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ ഒരു ഡിഷാണ് നമ്മുടെ കപ്പയും മുട്ടയും. നമ്മൾ ഇതിനു മുന്നേ കപ്പയും ബീഫും ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് കമന്റ്സ് വന്നിരുന്നു, ബീഫ് ഒഴിവാക്കിയിട്ട് ചിക്കൻ ചേർത്തിട്ട് ചെയ്യാൻ പറ്റുമോ, ബീഫ് ഒഴിവാക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോഴും വരുന്നുണ്ട്, ബീഫ് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് കമന്റ്സ്. അപ്പോൾ കപ്പയും ബീഫും ചെയ്തിട്ട് കുറെ നാളായെങ്കിലും കമന്റ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ആ ഒരു ബീഫ് ഒഴിവാക്കിയിട്ട് ചിക്കൻ കഴിക്കുന്ന ആളുകൾക്കും, ഇല്ല ഇപ്പൊ ചിക്കൻ കഴിക്കില്ല മുട്ട മാത്രമേ കഴിക്കുള്ളൂ എന്നുള്ള ആളുകൾക്കും കഴിക്കാൻ പറ്റിയൊരു ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മള് കപ്പ വേവിക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. പൊതുവെ അധികം ബുദ്ധിമുട്ടില്ലാത്ത ജോലിയാണ് കപ്പ വേവിച്ചെടുക്കുക എന്നുള്ളത്. കപ്പ വേവിക്കുന്ന സമയം മാത്രമേ ഇതിൽ നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനുള്ളൂ, ബാക്കിയുള്ളതെല്ലാം ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. പിന്നെ നന്നായിട്ട് വേവുന്ന കപ്പയായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കപ്പയും മുട്ടയും പെർഫെക്റ്റ് ആവില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉടച്ചാണ് ഇത് ചെയ്യുന്നത്. കപ്പയും ബീഫും ചെയ്യുന്ന പോലെ തന്നെ ബാക്കിയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് മസാലകളൊക്കെ കുറവാണ്. ബീഫ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ മസാല ചേർക്കുന്നുണ്ട്, ഇതിലധികം മസാല ഇല്ല. പിന്നെ ഞാൻ ചേർക്കുന്ന എരിവ് എപ്പോഴും ഞാൻ പറയാറുണ്ട്, മീഡിയം മധുരം, മീഡിയം എരിവ് എന്നുള്ളതൊക്കെ. പക്ഷെ ഇത് കുറച്ച് കൂടുതൽ എരിവോടുകൂടി കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല എരിവോടുകൂടി കഴിക്കുന്ന ആളുകളാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാം. അതുപോലെ തന്നെ നല്ല കടുപ്പത്തിൽ മധുരമുള്ള ഒരു ചായയൊക്കെ കുടിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഈ കപ്പയും മുട്ടയും കഴിക്കുമ്പോൾ. അപ്പൊ എന്തായാലും എല്ലാവരെയും കപ്പയും മുട്ടയും ഉണ്ടാക്കി കഴിച്ചിട്ട് അതിന്റെ അഭിപ്രായം പറയാം കേട്ടോ, മറന്നു പോരുത്. അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നമ്മുടെ കപ്പയും മുട്ടയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ കപ്പയും മുട്ടയും ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ കപ്പ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സവോള എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, പച്ചമുളക്, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, മുട്ട. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് വെളിച്ചെണ്ണ വേണം, ഉപ്പ് വേണം. അപ്പോൾ കപ്പ ഉപ്പ് ചേർത്താണ് വേവിച്ചതെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ചേർക്കണം, മുട്ടയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. അതുപോലെ തന്നെ സവോളയും പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനപ്പോൾ ഇതൊരു 800 ഗ്രാം കപ്പയാണ് എടുത്തിരിക്കുന്നത്. 800 ഗ്രാം കപ്പയ്ക്ക് 2 സവോളയാണ് എടുക്കുന്നത്. അത് നമ്മൾ മുട്ടയിലേക്കും ഇതിൻ്റെ മസാല വഴറ്റിയെടുക്കുന്നതിനും അതുപോലെ തന്നെ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനും ആവശ്യമായതാണ് ഇത്രയും സവോള. അപ്പോൾ നമുക്ക് ആദ്യം ഈ സവോളയും പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സവോളയും പച്ചമുളകും മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് കുറച്ച് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ എടുക്കുന്ന പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കട്ടെ. ഇതിപ്പോൾ അധികം എരിവുള്ള പച്ചമുളകല്ല, കാണുമ്പോൾ കളർ മാത്രമേ ഉള്ളൂ, എരിവ് അധികമില്ല. ആദ്യം നമുക്ക് മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ഒരു വലിയ ബൗൾ എടുക്കാം. ഈ ബൗളിലേക്ക് നമുക്ക് ആദ്യം മുട്ട പൊട്ടിച്ച് വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ 5 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര മുട്ട വേണമെന്ന് വെച്ചാൽ മുട്ടയുടെ എണ്ണം തീരുമാനിക്കാം. അപ്പോൾ കൂടുതൽ മുട്ട ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ മുട്ട പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. വളരെ കുറച്ച് ഉപ്പ് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കപ്പ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഇനി മസാല റെഡിയാകുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർക്കും. അപ്പോൾ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർക്കുക, ഉപ്പ് കൂടിപ്പോരുത്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമുളക്, നമ്മുടെ ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് സവോള, ഞാനിപ്പോൾ കൈപ്പിടിയിൽ ഇത്രയും പോർഷൻ എടുത്തിട്ടുള്ളൂ, 2 സവോള മുറിച്ചതിൽ നിന്ന്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. സാധാരണ നമ്മൾ മുട്ട പൊരിക്കാനായിട്ട് എഗ് ഓംലെറ്റ് ഉണ്ടാക്കാൻ ബീറ്റ് ചെയ്തെടുക്കില്ലേ, അതുപോലെ തന്നെ ഇതിപ്പോൾ എത്ര മുട്ട വേണമെങ്കിലും യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. മുട്ടയുടെ അളവ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഈ കപ്പയുടെ ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 5 മുട്ട എടുത്തത്. അപ്പോൾ മുട്ട എണ്ണം കുറച്ച് കളയാതിരിക്കുക, എണ്ണം കുറയ്ക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിതൊന്ന് വെളിച്ചെണ്ണയിൽ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടൻ റെസിപ്പി ചെയ്യുമ്പോൾ എല്ലാം വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ മുട്ട സ്ക്രാമ്പിൾ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കുമ്പോൾ വല്ലാതെ പൊടിയായിട്ട് സ്ക്രാമ്പിൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ മുട്ട ഉടഞ്ഞു വന്നോളും. അപ്പോൾ ഒന്ന് ചെറിയ പീസുകളാക്കിയാൽ മതി. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുട്ട മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഞാൻ ചെയ്യാം.
ഞങ്ങളിപ്പോൾ വൈകുന്നേരം ചായക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ കിച്ചൂസ് ഞാൻ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കിച്ചൂസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്കൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. കുട്ടികളെ ഉൾപ്പെടുത്തി നമ്മൾ കുക്കിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇൻട്രസ്റ്റോടുകൂടി ചെയ്യും. മുട്ട നന്നായിട്ട് കുക്കാവണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കപ്പ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്താണ്. അപ്പോൾ കപ്പ എടുക്കുമ്പോൾ എപ്പോഴും നന്നായി വെന്ത് ഉടഞ്ഞു വരുന്ന കപ്പ എടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഉടയാത്ത കപ്പയാണെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഉടഞ്ഞു വരുന്ന കപ്പ എടുക്കാമെന്ന് പറഞ്ഞത്. പിന്നെ കപ്പ വേവിച്ചെടുക്കുമ്പോൾ അധികം കുഴഞ്ഞു പോകുന്ന രീതിയിൽ വേവിച്ചെടുക്കരുത്. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മിക്സ് ആയിക്കോളും നന്നായിട്ട് വേവുന്ന കപ്പയാണെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ ചില കപ്പ കല്ല് പോലെയിരിക്കും, ഒട്ടും വെന്തങ്ങ് ഉടഞ്ഞ് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കപ്പ ഈ ഒരു റെസിപ്പിക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ നമ്മുടെ മുട്ട കുക്കായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് കപ്പയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയ പാൻ വയ്ക്കാം. ഇതിലേക്ക് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വെച്ചിട്ട് ബാക്കിയുള്ളത് ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഞാനിപ്പോൾ 4 തണ്ട് കറിവേപ്പില എടുത്തിട്ട് 2 തണ്ടാണ് ചേർക്കുന്നത്. അതൊന്ന് ഇതുപോലെ മുറിച്ച് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി ഈ സവോളയൊന്ന് സോഫ്റ്റായി തുടങ്ങണം. വല്ലാതെ അങ്ങ് കളറൊന്നും മാറിപ്പോകേണ്ട ആവശ്യമില്ല. ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. പക്ഷെ കപ്പയും ബീഫും കഴിക്കുന്ന അതേ ടേസ്റ്റ് അല്ല, ഇത് ഇതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ്. ഇപ്പോൾ നമ്മുടെ സവാള ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് തുടങ്ങാം. നമ്മൾ ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി. ഞാൻ കപ്പയിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, എങ്കിലും കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടി മാത്രം കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, അധികം ചേർക്കുന്നില്ല. കപ്പയ്ക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണത്. അതുപോലെ തന്നെ കുരുമുളക് പൊടി, നമ്മൾ മുട്ടയിൽ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യുക. ഈ പൊടികളുടെ ആ ഒരു റോ സ്മെല്ലൊന്ന് മാറി വരണം. സവാള മുറിച്ചതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ മാറുന്നില്ല കേട്ടോ. സവാള കുക്കായി തുടങ്ങിയെങ്കിലും ആ ഒരു കണ്ണ് നേറുന്ന, ചില സവാളയ്ക്കുള്ള കണ്ണ് നേറുന്ന അവസ്ഥ, ചില സവാളയ്ക്ക് ഒട്ടുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ വരുന്ന സവാളയ്ക്ക് പൊതുവെ കുറവാന്ന് തോന്നുന്നു. ഞങ്ങൾ ഇതിന് മുന്നേ ലാസ്റ്റ് ടൈം മൂന്നാർ പോയപ്പോൾ അവിടുന്ന് സവാള വാങ്ങിച്ചു. നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല കളറുള്ള സവാള. പക്ഷെ എല്ലാവരും സവാള പൊളിച്ചിട്ടും മുറിച്ചിട്ടും ഒക്കെ കരഞ്ഞ് വിഷമിച്ചു. അത്രയ്ക്ക് നീറലായിരുന്നു. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ കപ്പ ആഡ് ചെയ്യാം. അധികം സമയം എടുക്കാതെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ കപ്പ മുറിച്ചെടുക്കുന്നത്. ഇനി കപ്പ ഈ മസാലയിലൊന്ന് നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ ഇത് നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്ന പാകത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കപ്പയിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്ന രീതിയിലാക്കി എടുക്കാം. ഞാനിപ്പോൾ വല്ലാതെ അങ്ങ് കുഴഞ്ഞിരിക്കുന്ന രീതിയിലല്ല ചെയ്യുന്നത്. കപ്പയൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമ്മുടെ മസാലകൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്തത്. ഇനി നമുക്ക് പതുക്കെ ഈ ഒരു സ്പാറ്റിൽ ഉപയോഗിച്ച് തന്നെ ഇതൊന്ന് ഉടച്ചു കൊടുക്കുക. ഓവറായിട്ട് അങ്ങ് ഉടഞ്ഞു പോകണ്ട. നമ്മുടെ കപ്പയും ബീഫും ചെയ്യുമ്പോൾ കുറച്ച് ഉടഞ്ഞിരിക്കില്ല, അതുപോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഇതുണ്ടോ, ഇതുപോലെ നല്ല വെളുത്ത കപ്പയില്ലേ, എന്താ പറയുക, വെളുത്ത കപ്പ തന്നെയല്ലേ പറയാം അല്ലേ. ഇതുണ്ടോ, ഈ കപ്പയുടെ ഒരു സൈഡ് നോക്കി നല്ല വൈറ്റ് കളറല്ലേ. ഇതുപോലെയുള്ള കപ്പയാണ് നല്ല കപ്പ എന്ന് പറയുന്നത്. അതറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തന്നത്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ കപ്പ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഉടച്ചെടുത്തപ്പോൾ അളവ് കൂടി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പ ഉടയുമ്പോൾ ചെറിയ പീസുകളാകുമ്പോൾ പാൻ നിറയെ ആവുമല്ലോ. അപ്പോൾ ഞാനിതിൽ ഉപ്പ് ചെക്ക് ചെയ്തു. ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. കപ്പ എന്ന് പറഞ്ഞാൽ എൻ്റെ വീക്ക്നെസ് ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കപ്പ എങ്ങനെ കിട്ടിയാലും ഞാൻ കഴിച്ചു നോക്കും, അല്ലാതെ ഒരു രക്ഷയില്ല. അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കപ്പയോടുള്ള കൊതി. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് ഈ ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുട്ട ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി വലിയ പാൻ ആണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. സാധാരണ ഇവിടെ കപ്പ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതിയെ ഞാൻ റെസിപ്പി ഉണ്ടാക്കാൻ എടുക്കാറുള്ളൂ. കപ്പയുടെ ഏത് റെസിപ്പി ഉണ്ടാക്കാനാണെങ്കിലും പകുതി ഞാൻ തനിയെ കഴിച്ചു തീർക്കും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എനിക്ക്. പക്ഷെ ഇന്ന് കഴിക്കാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇത്രയും കപ്പ ഉള്ളത്. ഇല്ലെങ്കിൽ 800 ഗ്രാം കപ്പ എന്ന് പറഞ്ഞാൽ ഒരു 600 ഗ്രാം കപ്പയൊക്കെ റെസിപ്പി ഉണ്ടാക്കാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർക്കാം. മുട്ട ചേർത്തിട്ട് നമ്മൾ വീണ്ടും മിക്സ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ മുട്ട ചെറിയ പീസുകളാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുട്ട സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ തീരെ അങ്ങ് ചെറിയ പീസാക്കി സ്ക്രാമ്പിൾ ചെയ്യണ്ടെന്ന് പറഞ്ഞത്. ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയല്ലേ. ഇപ്പോൾ ബാച്ചിലേഴ്സിനാണെങ്കിലും
കപ്പ കുക്ക് ചെയ്യാൻ ഉള്ള സൗകര്യമൊക്കെ നമ്മുടെ റൂമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഒരു കംപ്ലീറ്റ് മീലായിട്ട് നമുക്ക് കഴിക്കാം, സ്നാക്കായിട്ട് കഴിക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കപ്പ ഉടച്ചെടുത്തിട്ട് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണ് നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടല്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ കുറച്ച് എരിവുള്ള രീതിയിലാണ് റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പെപ്പർ പൗഡർ ഇനി ആഡ് ചെയ്യണ്ട. ഞാനിപ്പോൾ കുറച്ച് എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എരിവുള്ളതാണ് ഇതിന് ടേസ്റ്റ് ഈ ഒരു ഡിഷിന്. അപ്പോൾ ഇനി ഞാൻ ഒന്നുകൂടി ഉപ്പും എരിവൊക്കെ ചെക്ക് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ തൈറോയ്ഡ് ഉള്ള ആളുകൾ അധികം കഴിക്കണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തൈറോയ്ഡ് ഉണ്ട്, പക്ഷേ ഞാൻ കപ്പ വേണമെങ്കിൽ അറിയാതെ കഴിച്ചു പോകും, എൻ്റെ കൺട്രോൾ പോവും. പക്ഷേ കപ്പ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരവേദനയൊക്കെ കൂടും. അതെന്തോ തൈറോയ്ഡ് വേഗം കൂടും കപ്പ കഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ തൈറോയ്ഡ് ഉള്ള ആളുകൾ കപ്പ കുറച്ച് കഴിക്കുക, എന്നെ പോലെ വളരെ കുറച്ച് കഴിക്കുക, പിന്നെ വേദനയൊക്കെ സഹിക്കുക, അല്ലാതെ രക്ഷയില്ല. നമുക്കിതിലേക്ക് കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ആകെ എടുത്ത് വെച്ചിരുന്നത്, അത് മുഴുവൻ ചേർത്തിട്ടുണ്ട്. എനിക്ക് വീണ്ടും 1 തണ്ട് കറിവേപ്പില, ഇതിപ്പോൾ ഞാൻ മുറിച്ചിട്ടൊന്നല്ല ചേർക്കണേ, അങ്ങനെ തന്നെയാണ്. കുറച്ച് പച്ച വെളിച്ചെണ്ണ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടയും കപ്പയും പരിപാടി. കപ്പയും ബീഫും പോലെ വലിയ പ്രോസസ്സൊന്നുമല്ല, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കട്ടോ, അപ്പോഴേ ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ മുട്ട തണുത്തു പോയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഞാനിതിന് സെർവ് ചെയ്യട്ടെ. ഇത് അടച്ചു വെക്കേണ്ട, ഒന്നും ചെയ്യേണ്ട, നമുക്ക് ഉടനെ തന്നെ കഴിക്കാം. ഉണ്ടാക്കുക, കഴിക്കാം, ഇൻസ്റ്റൻറ്റ് പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ കപ്പയും മുട്ടയും നമ്മൾ സെർവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ സവാള മുറിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, കുറച്ച് സവാള മാറ്റി വെക്കുന്നുണ്ട്. അത് ഇതുപോലെ ഇപ്പോൾ മുകളിൽ ഇട്ട് കൊടുത്തിരിക്കുന്നില്ല, ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സവാളയും ചേർത്തിട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുക കേട്ടോ. നമ്മൾ സാധാരണ കപ്പയും ബീഫും കഴിക്കുമ്പോഴും ഇതുപോലെ തന്നെ സവാള മുകളിലിട്ടിട്ട് ആ സവാളയും കൂടി ചേർത്ത് കഴിക്കുമ്പോഴല്ലേ നല്ല ടേസ്റ്റ്. ബീഫ് താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഇതുപോലെ കപ്പയും ബീഫിനും പകരം കപ്പയും മുട്ടയും ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇത്രയും നല്ലൊരു റെസിപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ കഴിക്കാതിരിക്കുന്നത് ശരിയല്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ. ഞാനപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. എനിക്കിതിങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല. ഞാനപ്പോൾ കപ്പയും മുട്ടയും എല്ലാം ചേർത്തെടുക്കട്ടെ. അപ്പോൾ മുട്ടയും കൂടി വന്നിട്ടുണ്ട്, ഇതെല്ലാം ചേർത്ത് ഞാനൊന്ന് കഴിക്കട്ടെ. അപ്പോൾ കപ്പ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും മുട്ട ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് എന്നുള്ള ആ ഒരു ബട്ടൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെ ആ നോട്ടിഫിക്കേഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ അപ്ലോഡ് ആയത് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യാന്ന് പറയുന്നത്. എല്ലാവരും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.